إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി നാം ഒത്തുകൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പറയുന്നത് കേൾക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈ ഖലാസിനെ പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ തഖായിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ അതിൻ്റെ വളരെ വിശിഷ്ടമായ ദിനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. പരിശുദ്ധ റമദാനിലെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഓഫർ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, അത് എഴുത്തും മിനന്നാർ, നരകമോചനം നൽകുന്നുണ്ട് എന്നതാണ്. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കേരളത്തിലെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നത് ഒരു ആത്മീയ സംസ്കരണത്തിൻ്റെ മാസമാണ്. ഷവ്വാൽ, റമദാൻ കഴിഞ്ഞ് നമ്മൾ ഷവ്വാലിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണത്. റമദാനിലെ ആത്മീയ സംസ്കരണം നേടിയെടുത്ത് ഷവ്വാലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു വീണ്ടും ദീനിയായ മറ്റൊരു നിഅമത്തിനെ ആസ്വദിക്കുന്ന തിരക്കിലായിരിക്കും ആളുകൾ. ഒരു ഇൽമിയായ ജീവിതം, നമ്മുടെ മക്കൾക്കൊക്കെ ദീന് പഠിക്കാനുള്ള സൗകര്യം വേണമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ, റമദാനിന് ശേഷം ശർഈയായ ഉലൂമുകൾ, ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, ദീനിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ ആരംഭിക്കുക എന്നതൊരു പക്ഷേ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയായിരിക്കും. മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വേനലവധിയും കാലാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ രീതികളൊക്കെ ആരംഭിക്കാറുള്ളത്. റമദാനിൻ്റെ അവസാനം എത്തിയാൽ പിന്നെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്നത് കേരളത്തിലെ അതിവിശിഷ്ടമായൊരു പ്രത്യേകതയാണ്. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ 1 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. 1 കോടിക്കടുത്ത് മുസ്ലിമുകളുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ, 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, വീടുകളിലുണ്ട്. ഒരു നാടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ മതബോധമുള്ള ജനങ്ങൾ ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ആദ്യപടി. മതബോധമുള്ള ജനങ്ങളുടെ എണ്ണം കുറഞ്ഞ് മതപണ്ഡിതന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ട് നാട്ടിൽ ഇൽമിയായി ഇസ്ലാമികമായ ഒരു തെളിച്ചമുണ്ടായിക്കൊള്ളണമെന്നില്ല. മതപണ്ഡിതന്മാർ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം മതപണ്ഡിതന്മാരുണ്ട്, പക്ഷെ മതബോധമുള്ള ജനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രശ്നം. മതബോധമുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി വരിക? ഒരു നാട്ടിൽ മതബോധമുള്ള സമൂഹം വളരണമെങ്കിൽ ആത്യന്തികമായിട്ട് അവിടെ വേണ്ടത് പ്രാഥമികമായ ദീനീ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നതാണ്. പ്രാഥമികമായ ദീനീ വിദ്യാഭ്യാസം നൽകുവാൻ ചെറുപ്രായത്തിലെ അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കാത്ത ഇടങ്ങളിലൊന്നും മതബോധമുള്ള സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ഒരു മാതൃകയിൽ 10,000-ൽ പരം വരുന്ന മദ്രസകൾ പ്രവർത്തിക്കുന്നു, പള്ളി ദർസുകൾ പ്രവർത്തിക്കുന്നു, അറബി കോളേജുകൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ വീട്ടിലെ 15 വയസ്സുള്ള കുട്ടികളെ പരമാവധി നമ്മുടെ മദ്രസയിൽ ചേർക്കുവാനും ദീൻ പഠിപ്പിക്കുവാനും വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം.
മറ്റു മുൻഗണനാക്രമങ്ങൾ നമുക്കുണ്ടാകും. മറ്റു വിദ്യാഭ്യാസം, ജോലി, കരിയർ എന്നൊക്കെ പറഞ്ഞ് മുൻഗണനാക്രമങ്ങൾ ഉണ്ടാകും. ആ മുൻഗണനാക്രമങ്ങളുടെ കൂട്ടത്തിൽ 15 വയസ്സുവരെ ദീനീ ബോധം കുട്ടികളിൽ ഉണ്ടാകാൻ പള്ളികളുമായി, ദീനീ സംരംഭങ്ങളുമായി, ദീനീ സംസ്കാരങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത് അടുത്ത തലമുറയിലായിരിക്കും. അടുത്ത തലമുറയിലേക്ക് മതബോധമില്ലാത്ത ഒരു ജനറേഷൻ വളർന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ചികിത്സയില്ല. അവിടെ വിലപിക്കാനേ നമുക്ക് നിർവാഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന തലമുറ മതബോധം ഇല്ലാത്തവരായി മാറാൻ നമ്മൾ കാരണമാകരുത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മുടെ മക്കളെ ദീനീ വിദ്യാഭ്യാസം അവർക്ക് ചെറുപ്രായത്തിലെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഖുർആൻ പാരായണം, നിസ്കാരം ശീലിക്കൽ, നമ്മുടെ അഖീദ ശരിയാക്കൽ, സ്വഭാവത്തെ പഠിക്കൽ, ചരിത്രം പഠിക്കൽ തുടങ്ങിയ ദീനിയായ വഴികളെ ഏതർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ മദ്രസ സൗകര്യങ്ങളുണ്ട്, പരമാവധി ഇവിടെ പഠിപ്പിക്കണം. നാട്ടിൽ താമസിക്കാത്തപ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജോലിക്ക് പോയി താമസിക്കുന്ന ആളുകളുണ്ടാകും. അതല്ലെങ്കിൽ റിമോട്ട് ഏരിയകളിൽ, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് മദ്രസ പഠനത്തിനുള്ള സൗകര്യങ്ങൾ അവിടെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകില്ല. അവർക്ക് വേണ്ടിയാണ് ഈ വർഷം മുതൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സമസ്തയുടെ ഈ മദ്രസ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നത്. ഈ മദ്രസ പ്ലാറ്റ്ഫോം വിദേശ രാജ്യങ്ങളിലുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ മദ്രസ സംവിധാനം നിലനിൽക്കാത്ത പ്രദേശങ്ങളിൽ, അതിനുള്ള സൗകര്യം ലഭിക്കാത്ത ഇടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന മദ്രസയിൽ ലഭിക്കുന്നത് പോലെ നേരിട്ടുള്ള മെന്ററിംഗ് സംവിധാനത്തിലൂടെ ദീൻ പഠിക്കാനുള്ള സൗകര്യമാണ് സമസ്തയുടെ ഈ മദ്രസ പ്ലാറ്റ്ഫോം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു നാടിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, നാടിലെ മതബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കേണ്ട അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിത നേതൃത്വങ്ങൾ നമുക്ക് മുമ്പിൽ അവസരങ്ങൾ കാണിച്ചു നൽകുമ്പോൾ ആ അവസരങ്ങളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കരുത്. അതിനുവേണ്ട എല്ലാ പിന്തുണകളും നമ്മൾ ഓഫർ ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ അത്തരം സംവിധാനങ്ങളുടെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പുതിയൊരു സംവിധാനമാണ് സമസ്തയുടെ കീഴിലുള്ള സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശരീഅ വിദ്യാഭ്യാസം, നല്ല തികഞ്ഞ പണ്ഡിതന്മാരെ, നല്ല പൂർവികരായ പണ്ഡിതന്മാരുടെ ശിആറത്ത പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിന്റെ സ്കീം ഇപ്പോൾ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മക്കളൊക്കെ നല്ല പണ്ഡിതന്മാരാകണമെന്ന് ആഗ്രഹിക്കാത്ത മക്കളും ദീനി ചിട്ടയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവരും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ മെട്രോ നഗരങ്ങളിൽ ചെന്നാൽ നമ്മുടെ മക്കളാണ് കൂടുതൽ പഠിക്കുന്നത്. നിസ്കരിക്കാൻ സൗകര്യമില്ല, നിസ്കാരങ്ങൾ നടക്കുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇസ്ലാമിനോട് യോജിക്കാത്ത സംസ്കാരത്തിൽ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ്. അവർക്ക് പിന്നെ എവിടെ നിന്നാണ് മതബോധം ഉണ്ടാകുന്നത്? അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർ പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളോടൊപ്പം തന്നെ അവർക്ക് മതബോധമുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ലൈവ് സ്ട്രീം എന്ന പേരിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് താല്പര്യമുള്ള മക്കളെയൊക്കെ നമ്മൾ അത്തരം സംവിധാനത്തിന്റെ ഭാഗമായി ചേർക്കണം. ഇനി അതിന് കഴിയാത്ത മക്കളും നമ്മുടെ എല്ലാ നാട്ടിലുള്ള എല്ലാവരും ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാകും എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എങ്കിലും നമ്മുടെ കുട്ടികൾക്ക്, നമ്മൾ മുമ്പൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, 21 വയസ്സുവരെയുള്ള അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തർബിയത്ത് രക്ഷിതാക്കളുടെ ശിക്ഷണത്തിലായി നിർബന്ധമായും കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇവിടെ സുഖകരമായി ജീവിച്ച് ദീനിന്റെ അനുഭൂതിയൊക്കെ മനസ്സിലാക്കി ഈമാന്റെ മധുരമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മളങ്ങ് മരിച്ചു പോവും. അടുത്ത തലമുറ അനാഥത്വം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ഉത്തരവാദിത്ത നിർവഹണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളെയും, എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ പരമാവധി അനുഭവിക്കുകയും ആസ്വദിക്കുകയും അതിലൂടെ ഈമാനിന്റെ ഹലാവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് ഒരു ദുനിയാവിലെ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത്. പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാനിൽ അല്ലാഹു തആല നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ റെഡിയാണ്. നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു സന്നദ്ധമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാ. വിശുദ്ധ റമദാനിലെ എല്ലാ ഫിത്റിന്റെ സമയത്തും നോമ്പ് തുറയുടെ സമയത്തും അല്ലാഹു ഉതഖാക്കളുണ്ട്, നരകമോചനം നൽകുന്ന ആളുകൾ അല്ലാഹുവിന്റെ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ ആ ഇഅ്തിഖിനെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും അല്ലാഹുവിന് നരകമോചനത്തിന്റെ ലിസ്റ്റ് പടച്ച റബ്ബിന്റെ കയ്യിലുണ്ട്. وَإِنَّ لِكُلِّ مُسْلِمٍ فِي كُلِّ يَوْمٍ وَلَيْلَةٍ دَعْوَةٌ مُسْتَجَابَةٌ. എല്ലാ ദിവസവും 24 മണിക്കൂറിന്റെ ഇടയിൽ ഒരു സമയമുണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം. എല്ലാ ദിവസവും ഉണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു നേരം. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹു നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ ഒരു നിമിഷത്തിലാണെങ്കിൽ ഉടനെ അള്ളാഹുവിന്റെ പക്കൽ ആ ദുആ സ്വീകരിക്കപ്പെടും. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്വീകരിക്കപ്പെടും. അവിടെ കാലതാമസങ്ങൾ ഉണ്ടാകില്ല. അത് എത്ര കാലം നമ്മൾ തെറ്റു ചെയ്തു എന്ന കണക്കവിടെയില്ല. നമ്മളെ തെറ്റിനേക്കാൾ അള്ളാഹിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത്, മൂസാ നബിയുടെ കാലത്ത് ബനൂ ഇസ്രായേലുകാർ അനുഭവിച്ച ഒരു പ്രയാസത്തെ പറ്റി താരീഖിൽ കാണാം. ആ നാട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ നാട്ടിൽ എല്ലാ അക്രമങ്ങളുടെയും ഫിസ്കിന്റെയും എല്ലാ ഫസാദിന്റെയും കേന്ദ്രബിന്ദു അയാളാണ്. എല്ലാവർക്കും അയാളെ കൊണ്ട് പരാതിയാണ്, എല്ലാവർക്കും അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകളാണ്. അവസാനം ജനങ്ങൾ വന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ് പരിഭവം പറഞ്ഞു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വന്ന് പരിഭവം പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കണം. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, അദ്ദേഹത്തിന്റെ ശർറിൽ നിന്ന് ഈ നാട്ടിലെ നാട്ടുകാരെ രക്ഷപ്പെടുത്തണേ എന്ന്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി വന്നു. ആ വഹി ഇങ്ങനെയാണ്, ഈ മനുഷ്യനെ ബനൂ ഇസ്രായേലുകാർക്കിടയിൽ നിന്ന് ദൂരെ കാട്ടിലേക്ക് നാട് കടത്തണം, അയാളെ ജനങ്ങളെ കൂടെ താമസിപ്പിക്കരുത്, നാട് കടത്തി പറഞ്ഞയക്കണം. മൂസാ നബി കൽപ്പന നിറവേറ്റി അയാളെ പറഞ്ഞയച്ചു. എല്ലാവരും സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങി. എല്ലാവരും സ്വസ്ഥമായി ജീവിക്കുന്നു. ആ സമയത്താണ് മഹാനായ ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു വലിയ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ വലിയ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ പോയി നിങ്ങൾ ആളുകളെ കൂട്ടിപ്പോയി അവിടെ ചെന്ന് മരണാനന്തര ക്രിയകൾ നൽകണം, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കണം, ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മൂസാ നബി തന്റെ കൂടെയുള്ള ആളുകളെ മുഴുവൻ കൂട്ടിയിട്ട് പറഞ്ഞ ലൊക്കേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നതാരാണ്, മരണപ്പെട്ട് കിടക്കുന്നതാരാണ്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് ശല്യം കാരണം ആളുകൾ അട്ടിയോടിച്ച, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി നാട് കടത്തിയ മനുഷ്യനാണ്. അയാളെ കുറിച്ചാണ് വഹി വരുന്നത്, ഇത് വലിയാണെന്ന്, ഈ വലിയ മരിച്ചിരിക്കുന്നു എന്ന്, അയാളെ നിങ്ങളുടെ കൈകാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണമെന്ന്. ആളുകൾ കലവില കൂടാൻ തുടങ്ങി മൂസാ നബിയോട്. ഏതാനും ദിവസങ്ങൾ വരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശത്രുവായി ശല്യക്കാരനായി കണക്കാക്കിയിരുന്നയാള് ഇപ്പോൾ അയാൾ വലിയായി മാറിയിരിക്കുന്നു. എന്തൊരു മറിമായമാണിത്! എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ പ്രവാചകർ മൂസാ നബി അലൈഹിസ്സലാം ജിബ്രീലിനോട് വിശദീകരണം ചോദിച്ചു. ജിബ്രീലിന്റെ വിശദീകരണം വന്നത് ഇങ്ങനെയാണ്: ആ മനുഷ്യൻ ഈ വിജനമായ വനത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ, ആരാരുമില്ലാത്ത ഇടങ്ങളിൽ അവിടെ ഒറ്റപ്പെട്ട സമയത്ത്, ഇനി എനിക്ക് വേണ്ടി എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും എന്റെ കൂടെയില്ല, ഒറ്റപ്പെട്ട് പച്ചിലകൾ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. ഒരൊറ്റ സമയമാണ് അള്ളാഹുവിനോട് അയാൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവിനോട് അയാൾ ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ ഈ സമയം നിന്നോട് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഞാൻ ഇതാ ഖേദിച്ചു മടങ്ങുന്നു, എനിക്ക് പുറത്തു നൽകണമെന്ന് ഒരൊറ്റ സെക്കൻഡിന്റെ പ്രാർത്ഥനയാണ്. ആ നിമിഷത്തെ സ്വീകാര്യതയിൽ അള്ളാഹു അയാൾക്ക് വിലായത്തിന്റെ പദവി കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് മതി. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അത്രമേൽ വിശാലമാണ്. ഇഖ്ലാസിന്റെ ഒരു സെക്കൻഡ്, ഇഖ്ലാസിന്റെ ഒരു നിമിഷം മതി അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് കിട്ടാൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അപ്പുറത്തുകൂടെ ഒരു സാധാരണക്കാരൻ വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ അരയിൽ മദ്യത്തിന്റെ കുപ്പിയുണ്ടായിരുന്നു, ചഷകമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, പടച്ച റബ്ബേ, ഉമർ എന്നെ കണ്ടാൽ എന്നെ പരിശോധിക്കും,
എന്റെ കയ്യിലെ കുപ്പി കണ്ടാൽ ഞാൻ വഷളായി പോകുമെന്ന് നാണം കെടുത്തും. അതുകൊണ്ട് റബ്ബേ, ഞാൻ നിന്നോട് ഇവിടെ വെച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നു. ഉമറിന്റെ മുമ്പിൽ എന്നെ നീ ഫളീഹത്തിലാക്കല്ല അല്ലാഹ്, എന്നെ വഷളാക്കല്ല അല്ലാഹ്, എന്നെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇനി ഒരിക്കലും ഞാൻ തിന്മയിലേക്ക് മടങ്ങില്ല റബ്ബേ എന്ന ഒരു സെക്കൻഡിന്റെ പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നു. അയാളുടെ ശരീരം പരിശോധിക്കുമ്പോഴാണ് കയ്യിൽ നിന്നൊരു കുപ്പി കിട്ടിയത്. എന്താണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു വെള്ളാണെന്ന് പറഞ്ഞു, പച്ചവെള്ളാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തുറന്നു നോക്കിയപ്പോഴേക്ക് അത് പച്ചവെള്ളമായി മാറിയിരുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ചരിത്രമാണിത്. അള്ളാഹുവിന്റെ പക്കൽ ഒരൊറ്റ സെക്കൻഡ് മതി അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഭൂതപൂർവമായ അത്ഭുതകരമായ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ ഇഖ്ലാസിന്റെ ഒരു സെക്കൻഡ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നരകമോചനത്തിന് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നരകമോചനത്തിന്റെ വഴികൾ നമ്മൾ സ്വീകരിക്കണം. ധാരാളം വഴികളാണ് അള്ളാഹുവിന്റെ ദീന് പരിചയപ്പെടുത്തിയത്. ഒന്നാമതായി, ഒരു കർമ്മം എത്ര വലിയ തിന്മകളിൽ മുഴുകി നിൽക്കുന്ന മനുഷ്യരാണെങ്കിലും ഇഖ്ലാസിന്റെ ഒരു കർമ്മമുണ്ടെങ്കിൽ അവർ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൻ യുവാഫി അബ്ദു യൗമൽ ഖിയാമത്തി യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഒരാൾ നിലകൊണ്ടാൽ, മറ്റു താല്പര്യങ്ങളില്ലാതെ ഇഖ്ലാസോടെ നിലകൊണ്ടാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഹറമല്ലാഹു അലൈഹിൻ നാർ, അയാൾക്ക് മേൽ അല്ലാഹു നരകം ഹറാമാക്കും. ഇഖ്ലാസിന്റെ ഒരു സെക്കൻഡ് മതി. എത്ര സംഭവമാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. വ്യഭിചാരം നടത്തി ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. വ്യഭിചാരം മാത്രം ചെയ്തുകൊണ്ട് ഉപജീവനം കണ്ടെത്തിയിരുന്ന, ആസ്വാദനം നടത്തിയിരുന്ന ഒരു പെണ്ണ്. ആ പെണ്ണാണ് ഒരു വിശന്നു പറഞ്ഞ ഒരു നായക്കൊരു തുള്ളി വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സ്വർഗം നേടിയത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ചരിത്രമാണ്. ആർക്കും ആരെയും വിലയിരുത്താൻ ഭൂമിയിൽ അധികാരമില്ല. എന്റെ കൂടെ ജീവിക്കുന്ന, ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്നവരെ വിലയിരുത്തിയിട്ട് അധികാരത്തിന്റെ വർത്തമാനം പറയാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ നമ്മൾ അധികാരികളല്ല, അടിമകൾ മാത്രമാണ്. വലില്ലാഹിൽ ഇസ്സതു ജമീഅ, അധികാരം പടച്ചവനാണ്, പ്രതാപം അവനാണ്, എല്ലാം അവന്റെ കയ്യിലാണ്. നമ്മൾ ആരാണ്? പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനോട് നടത്തേണ്ട ഒരു ദുആയുണ്ട്, അല്ലാഹുവിനോട് നടത്തേണ്ട ഒരു ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഹബീബ് അതിനെ പറ്റി പറഞ്ഞത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അന അബ്ദുക വ അന അലാ അഹ്ദിക മസ്തതഅത്. പടച്ച റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്, നീ മാത്രമാണ് അധികാരി, നിന്നോടുള്ള കരാറിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. വ അന അലാ അഹ്ദിക മസ്തതഅത്, എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഞാൻ കരാർ പാലിക്കുന്നുണ്ട്. എല്ലാ പ്രഭാതത്തിലും ചൊല്ലണം, എല്ലാ പ്രദോഷത്തിലും ചൊല്ലണം. ഇതിന് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ഭാഗമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടിമയാണ്, അടിമത്വത്തിന്റെ ബോധമാണ്. വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം അവിടെയാണ്. ഉടമസ്ഥന് മാത്രമാണ് അധികാരം. എന്തുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിനോടുള്ള നിരാകരണം ഉണ്ടാകുന്നത്? മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനോട് ധിക്കാരം ഉണ്ടാകുന്നത്, മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിൽ താല്പര്യമുള്ളാതെ പോകുന്നത് അവർക്ക് ഉടമസ്ഥന് മാത്രമാണ് അധികാരമെന്ന വിശ്വാസമില്ല. ഈ കുറച്ച് അധികാരം എനിക്കുമുണ്ട് എന്ന തോന്നലാണ്. അധികാരം ഉടമസ്ഥന് മാത്രമാണ്. അതുകൊണ്ടാണ് അധികാരം ഉടമസ്ഥന് എന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അധമത്വങ്ങളിലേക്കുള്ള കയറ്റം ഉണ്ടാകുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇഖ്ലാസിന്റെ ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? സ്വഹാബികളുടെ ജീവിതത്തിൽ നിറയെ ഇഖ്ലാസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു അഹങ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് അധികാരം ഉണ്ടായിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാറുണ്ട്, ഒരിക്കൽ പോലും ഒരു റാഹത്തോടെ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും
റാഹത്തുൻ നഫ്സ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. റാഹത്തുൻ നഫ്സ് ഉണ്ടാകണമെങ്കിൽ എന്റെ ശരീരം അള്ളാഹുവിന്റെ അടുക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യം വരണ്ടേ. എന്റെ ശരീരം അള്ളാഹുവിന്റെ പക്കൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമില്ലാത്തവന് എങ്ങനെയാണ് പിന്നെ ധൈര്യമുണ്ടാവുക? അതുകൊണ്ട് എന്റെ കർമ്മത്തിന്റെ ഓരോ സെക്കൻഡിലും എനിക്ക് ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് നിശ്ചയമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ധാരാളം കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളെ കൊണ്ടല്ല രക്ഷ ഉണ്ടാകുന്നത്. ഇഖ്ലാസിന്റെ ഒരു അമല് മതി അള്ളാഹുവിന്റെ പക്കൽ രക്ഷപ്പെടാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇഖ്ലാസ് ഇല്ലാത്തവന് ഇത്ഖ് ലഭിക്കണമെന്നില്ല. ആർക്കാണ് നരകമോചനം ഉണ്ടാകുന്നത്? ഇഖ്ലാസ് ഉള്ളവർക്കാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലത്ത് അടിമകളെ മുഴുവൻ ശത്രുക്കൾ ആക്രമിക്കുന്ന അടിമകളെ വില കൊടുത്തു വാങ്ങിയിട്ട് മോചിപ്പിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ ഇങ്ങനെ അടിമകളെ വില കൊടുത്തു വാങ്ങി മോചിപ്പിക്കുന്നത് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങളുടെ പിന്നെ ബാപ്പ അബൂ ഖുഹാഫ എന്നവർ പറഞ്ഞു, അത് ശാരീരികമായി ശേഷിയില്ലാത്ത അടിമകളായതുകൊണ്ടാണ് ഇത് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിൽക്കൂല, പിന്നെ മോചനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മോചനം കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ അബതി ഇന്നമാ അബ്തഗി വജ്ഹല്ലാഹി അസ്സ വജൽ. ഞാൻ അയാളെ മോചിപ്പിക്കുന്നത് എനിക്കൊരു താല്പര്യത്തിന്റെ പേരിലല്ല, താല്പര്യങ്ങളുടെ പുറത്ത് അള്ളാന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നമ്മളൊക്കെ പറയാറില്ലേ, എനിക്ക് ചില താല്പര്യങ്ങൾ അതിലുണ്ടെന്ന്, അയാൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടെന്ന്. മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, അബ്തഗി വജ്ഹല്ലാഹ് അത് പറയേണ്ടവനാണ് മുസ്ലിം. നിസ്കാരത്തിലേക്ക് കടന്നാൽ ആദ്യമായി കൈകെട്ടിയിട്ട് നമ്മൾ പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം പടച്ചവന് വേണ്ടിയാണ്, അവന്റെ താല്പര്യങ്ങൾക്കാണ്, എന്റെ താല്പര്യങ്ങൾക്കല്ല. എന്റെ മരണവും റബ്ബേ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ ഇബാദത്തുകളും നിന്റെ താല്പര്യങ്ങൾക്കാണ്, എന്റെ ഭൗതിക വ്യവഹാരങ്ങൾ പോലും നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഖൽബിന്റെ ഭാഗമായ ഒരു മനുഷ്യന് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ കഴിയില്ല. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിയിൽ ശാന്തമായി നടക്കും. അവിവേകികൾ അവർ എന്തെങ്കിലും അവരോട് കലഹത്തിന് വേണ്ടി പറഞ്ഞാൽ അവർ പറയും ഖാലൂ സലാമാ, ഞാനില്ല ഈ കലഹത്തിനെന്ന് പറയും. അവിവേകികളുടെ കൂടെ കൂടില്ല. അബ്തഗി വജ്ഹല്ലാഹ്, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എന്റെ നാവ് കൊണ്ടാകട്ടെ, എന്റെ കർമ്മങ്ങൾ കൊണ്ടാവട്ടെ, ഹൃദയം കൊണ്ടാകട്ടെ, അബ്തഗി വജ്ഹല്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് പറയലാണ്. എന്തിനേറെ പറയണം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഭാര്യയുമായി ശയിക്കുന്ന സമയത്ത് പോലും കരുതേണ്ടത് എന്താണ്? എന്റെ താല്പര്യം എന്നതല്ല, ഉമ്മത്ത് മുഹമ്മദിന്റെ വർദ്ധനവിന് വേണ്ടിയാണ് ഞാൻ എന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് കരുതലാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷ്യമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഹബീബ് തന്നെ പറഞ്ഞത്, തനാകഹു വതനാസലു ഫഇന്നി ഉബാഹി ബികും യൗമൽ ഖിയാമ. നിങ്ങൾ വിവാഹം ചെയ്യണം, കുട്ടികൾ ഉണ്ടാകണം, നിങ്ങളുടെ കുസുമങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ അഭിമാനം പറയുന്ന അന്ത്യനാളിലെന്ന്. എന്റെ ഭാര്യയോട് ശയിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം മറക്കുന്ന സന്തോഷത്തിന്റെ നിമിഷത്തിൽ പോലും, ശാരീരികാസ്വാദനത്തിന്റെ നിമിഷത്തിൽ പോലും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് പറയുന്ന ദീനാണ് ഇസ്ലാം. എന്തിനു വേണ്ടി? എന്റെ ഒരു സെക്കൻഡ് പോലും ലില്ലാഹി അല്ലാതെ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴാണ്, തന്റെ ബാപ്പയോട് ഈ മറുപടി പറഞ്ഞപ്പോഴാണ് സൂറത്തുൽ ലൈലിലെ ആയത്തിറങ്ങിയത്, വസയുജന്നബുഹൽ അത്ഖാ. അല്ലാഹുവിന് വേണ്ടി ജീവിതത്തിൽ അമലുകൾ ചെയ്യുന്ന ആളുകൾ വസയുജന്നബുഹ, അവരെ നരകത്തിൽ അടുപ്പിക്കുക തന്നെ ഇല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. സിദ്ദീഖ് തങ്ങൾക്കുള്ള വാക്കാണ്. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന അമല് വസയുജന്നബുഹൽ അത്ഖാ, ആ അമല് കൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ ദൂരെയായി പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇഖ്ലാസോട് കൂടിയുള്ള ജീവിതമില്ലാതെ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഞാൻ 50 കൊല്ലം ജീവിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എൻ്റെ 50 കൊല്ലത്തെ 24 മണിക്കൂറുകൾ മുഴുവനും ഞാൻ ഇഖ്ലാസിലായിരുന്നു ജീവിച്ചത് എന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല ഒരു മനുഷ്യനും. ലോകത്തൊരു മനുഷ്യൻ അങ്ങനെ ഇല്ല. എന്തുകൊണ്ടാ?
ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശത്രുക്കൾക്കിടയിലാ ജീവിതം, ശരീരത്തിന്റെ ആത്മാവ് ശത്രുക്കൾക്കിടയിൽ. അതുകൊണ്ടാണ് സ്വഹാബത്തിന് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു സെക്കൻഡ് സമയത്ത് പോലും അവർക്ക് ഞാൻ നല്ലവനാണ്, സ്വർഗം എനിക്കുണ്ടല്ലോ എന്ന അധികാരത്തിന്റെ ഭാവം ഉണ്ടായിട്ടില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി, സൂറത്ത് മുഹമ്മദിലെ 31-ാമത്തെ ആയത്തിന്റെ അവിടെ എത്തി. ആയത്ത് ഇങ്ങനെയാണ്, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുവ അഖ്ബാറകും. വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണത്? ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമയുള്ളവരാരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അതല്ലാതെ നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല. അള്ളാന്റെ അടിമകളെ അള്ളാഹ് കഷ്ടപ്പെടുത്തൂല. ഈ ഭൂമിയിൽ കഷ്ടപ്പെടുത്താനാണ് പടക്കപ്പെട്ടത് എന്ന് നമുക്ക് തോന്നുന്ന ചില ആളുകൾ ഈ നാട്ടിലൊക്കെ ഉണ്ടാകും. ബുദ്ധിമാന്ദ്യം വന്ന ആളുകൾ, ശാരീരിക വൈകല്യങ്ങളുള്ള ആളുകൾ, ഓട്ടിസം ബാധിച്ച ആളുകൾ, അവരെ കാണുമ്പോ നമ്മുടെ പോലെയുള്ള കഴിവുള്ള കരുത്തുള്ള മൊഞ്ചുള്ള ആളുകൾക്ക് എങ്ങനെ തോന്നും, എന്തിനാണ് പടച്ചോൻ ഇവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയച്ചത് എന്ന്. കഷ്ടപ്പാട് നമുക്കാണ്, അവർക്കല്ല. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആളുകൾ അൽ ബുലഹു വസ്സുഫഹ, നിങ്ങൾ വിഡ്ഢികളാണെന്ന് വിലയിരുത്തിയ ആളുകളാണ്. നിങ്ങൾ നാട്ടിൽ മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, കാര്യബോധമില്ലാത്തവരാണെന്ന് പറഞ്ഞ് വിലയിരുത്തിയവരാണ് സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല നിരുപാധിക പ്രവേശനം നൽകുന്നത്. നമ്മുടെ കാര്യമോ, നമ്മളാണ് കഷ്ടപ്പെടുന്നത്. ഏറ്റവും ഹിക്മത്തുണ്ടെന്ന് പറയുന്ന, എനിക്ക് നല്ല തന്ത്രമുണ്ടെന്ന് പറയുന്ന, എനിക്ക് നല്ല മാനേജിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്ന ആളുകളാണ് എന്റെ മാനേജിങ് കപ്പാസിറ്റിയുടെ പേരിൽ ഞാൻ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഏറ്റവും ബുദ്ധിയുള്ളവനാണ് ഏറ്റവും വിളവുണ്ടാവുക, ഏറ്റവും ശേഷിയുള്ളവനാണ് ഏറ്റവും വഞ്ചനയുടെ ശീലമുണ്ടാവുക. ഏറ്റവും നല്ല വിവരമുള്ളവർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ അനാരോഗ്യ മത്സരങ്ങൾ ഉണ്ടാവുക. എല്ലാവരും സാധുക്കളാണെങ്കിൽ അവിടെ പാരവെപ്പ് ഉണ്ടാവൂല, അവിടെ ചൂഷണങ്ങൾ ഉണ്ടാവൂല, അവിടെ പൂഴ്ത്തിവെപ്പുകൾ ഉണ്ടാവൂല. ഒരു സ്ഥാപനത്തില്, ഒരു കച്ചവട സ്ഥാപനത്തിൽ 4 പേരും 4 പാർട്ണർമാരുണ്ട്. 4 പേരും നല്ല ബുദ്ധിയുള്ളവരാണ്, 4 പേരും നല്ല വളവന്മാരാണ്. എങ്കിൽ 4 പേരും പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തുകൊണ്ട്? ബുദ്ധി കൂടുമ്പോൾ മനുഷ്യന് വൈകല്യങ്ങൾ കൂടും. എന്ത് വൈകല്യങ്ങൾ? ദുസ്വഭാവങ്ങൾ കൂടും. ആ ദുസ്വഭാവങ്ങളുടെ പേരിൽ ഒരുപക്ഷെ ഭൂമിയിൽ നമ്മൾ പറയും, ഞാൻ അത് നേടി, ഞാൻ അത് ചലഞ്ച് ചെയ്തെടുത്തു, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു, ഞാൻ അതിനെ തരണം ചെയ്തു എന്ന് പറയും. മുഅ്മിനായ മനുഷ്യൻ ഭൂമിയിൽ തരണം ചെയ്യുന്നില്ല. ഞാൻ എവിടെയാണ് തരണം ചെയ്യേണ്ടത്? ഞാൻ ഭൂമിയിൽ നേരിട്ട പരീക്ഷണങ്ങളെയൊന്നും ഞാൻ തരണം ചെയ്തതല്ല. എന്റെ തരണം ചെയ്യേണ്ട അവസ്ഥ വരുന്നത് നാളെ സിറാത്ത് പാലം മുറിച്ചു കടക്കാതെ ഞാൻ എന്റെ വെല്ലുവിളികളെ തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധി വെച്ച് നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തം ചെയ്ത ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ്? തന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ധനികനാണ്, എല്ലാം തന്റെ കുടുംബത്തിന് വേണ്ടി നൽകാതെ ഇസ്ലാമിന് വേണ്ടി നൽകി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ സുമുഖനാണ്, സുന്ദരനാണ്, ധനികനാണ്, ശേഷിയുള്ളവനാണ്. പക്ഷേ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ഒരു കഫൻ പുടവ പോലും, ശരീരം മുഴുവൻ മറക്കുന്ന കഫൻ പുടവ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പച്ചിലകൾ കഫൻ പുടവയാക്കി വെച്ചിട്ടാണ് അവർ ഖബറടക്കിയത്. നമുക്കൊരു പക്ഷേ തോന്നും അവർ ചെയ്തത്, ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവരെ പറ്റി പറയും, എന്തൊരു മണ്ടത്തരമാണ് ചെയ്തത്, എന്തൊരു വെട്ടിത്തരമാണ് ചെയ്തത്. പക്ഷേ അവരാണ് നാളെ സിറാത്ത് പാലം മുൻകിടക്കുന്നവര്. നമ്മൾ ഭൂമിയിൽ ബുദ്ധി കാട്ടിയവരാണ്, നമ്മൾ ഭൂമിയിൽ തന്ത്രം ചെയ്തവരാണ്. തന്ത്രത്തിലൂടെ സമ്പത്ത് നേടി, തന്ത്രങ്ങളിലൂടെ ഭവനങ്ങൾ നേടി, തന്ത്രങ്ങളിലൂടെ സൗകര്യങ്ങൾ നേടി. നമ്മളിങ്ങനെ ആസ്വദിച്ചു, എന്നെ വെല്ലാൻ ആരുമില്ലെന്ന്. പക്ഷെ നമ്മളെ വെല്ലുന്ന ഒരു അധികാര കേന്ദ്രം വരാനുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവിന്റെ മുമ്പില് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. ലബിൽ മിർസാദ്, ആ വാക്കിന്റെ അർത്ഥം ഗൗരവമാണ് അല്ലേ? നമ്മളിപ്പോ പറയല്ലോ CCTV സർവൈലൻസിന്റെ കീഴിലാണ് ഈ സ്ഥാപനം എന്നൊക്കെ.
24 മണിക്കൂറും അള്ളാഹുവിന്റെ മിർസ്വാദ് നിരീക്ഷണത്തിന്റെ കീഴിൽ ജീവിക്കുന്നവർ, ആ നിരീക്ഷണത്തിന്റെ വിചാരണ എത്തിയിട്ടില്ല. ആ നിരീക്ഷണത്തിന്റെ വിചാരണ എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ കഥകൾ അറിയുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവർകളുടെ താരീഖിൽ കാണാം, ഒരു ദിവസം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്, യാത്രയിലാണ്. ഒരു ആട്ടിടയനെ കണ്ടു, ആട്ടിടയനായ ഒരു കുട്ടിയെ. അവരോട് പറഞ്ഞു, ഒരു ആടിനെ ഞങ്ങൾക്കൊന്ന് വിൽക്കുമോ? കാശ് തരാം, ഒരു ആടിനെ ഞങ്ങൾക്ക് വിൽക്കുമോ? ആ മകൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ആടിനെ വിൽക്കുക? ഞാൻ ഇതിന്റെ മംലൂക്ക് മാത്രമാണ്, ഞാൻ ഇതിന്റെ അധികാരിയല്ല. എന്റെ അധികാരി യജമാനനാണ്, ഞാൻ ഇതിന്റെ മംലൂക്കായ ജോലിക്കാരൻ മാത്രമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു നോക്കി. അയാളെ പരീക്ഷിക്കാൻ വേണ്ടി അയാളോട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ നിന്റെ ഖാലി സയ്യിദിക ഖുല്ലി സയ്യിദിക, നിന്റെ യജമാനനോട് പോയി പറഞ്ഞു, അകലഹദ്ദിബ്, അതൊരു ചെന്നായ തിന്നുപോയതാന്ന് പറഞ്ഞ പോരെ. ആട്ടിടയന്മാരായ ആളുകൾ അന്നൊക്കെ മരുഭൂമിയിലേക്ക് ആടുമേക്കാൻ പോയാൽ ഒരുപാട് ആഴ്ചകൾ കഴിഞ്ഞാൽ മടങ്ങി വരിക. അപ്പൊ ഒരു 100 ആടിനായിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ 70 80 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എവിടെ ചോദിച്ചാൽ പറയും, അത് തിന്നുപോയി, മരിച്ചു പോകും, സ്വാഭാവികമാണ്, അസുഖം വരും, അത് പറഞ്ഞാ പോരെ. അപ്പോഴാണ് പിന്നെ ജോലിക്കാരനായ ആള് പറഞ്ഞത്, എന്റെ യജമാനനോട് എനിക്കങ്ങനെ പറയാം, അല്ലാഹു ആകുന്ന യജമാനനോട് ഞാൻ എന്തു പറയും? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ ഭൂമിയിലെ യജമാനന്റെ കണ്ണുവെട്ടിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരാം, പക്ഷേ അല്ലാഹുവിന്റെ കണ്ണുവെട്ടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ആ വാക്കാണ് ഇബ്നു ഉമർ തങ്ങളുടെ ജീവിതത്തെ ബാധിച്ചത്. ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, സുമ്മ ബക്ക, അവിടെ വെച്ച് കരയാൻ തുടങ്ങിയതാണ്. പിന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങുന്നത് വരെ കരച്ചിൽ തന്നെയാണ്. ഒരൊറ്റ വാക്കാണ്, അല്ലാഹു എവിടെ? അള്ളാഹിന്റെ കാര്യം എന്താ ആലോചിക്കാത്തത്? അള്ളാഹു എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യങ്ങളുടെ നഷ്ടപ്പെടലുകളാണ്, ബോധ്യങ്ങളുടെ അഭാവങ്ങളാണ് സത്യവിശ്വാസികൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോ നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ക്ഷമ തിരിച്ചറിയാനാണെന്ന പരീക്ഷണത്തിന്റെ ആയത്ത് ഓതിയിട്ട് മഹാനവറുകൾ പറഞ്ഞു. മഹാനവറുകൾ ഇങ്ങനെ കരഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയുന്നു, ഇന്നക ഇൻ ബലൗതനാ, പടച്ചോനെ നീ ഞങ്ങളെ പരീക്ഷിച്ചാൽ അള്ളാന്റെ പരീക്ഷണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഇന്നക ഇൻ ബലൗതനാ ഫളഹ്തനാ വഹതക്ത അസ്താറനാ, പടച്ചോനെ ഞങ്ങളുടെ രഹസ്യങ്ങൾ നീ ഒന്ന് വെളിവാക്കിയാൽ തീർന്നു കഥ, ഞങ്ങളെ നീ ഒന്ന് വഷളാക്കിയാൽ തീർന്നു കഥ. എന്നിട്ട് പറയുന്നുണ്ട് മഹാനവറുകൾ പറഞ്ഞത്, ലാ തഹ്തമൂ ലിഖില്ലത്തിൽ അമൽ ലിഖില്ലത്തിൽ അമൽ വഹ്തമൂ ലിൽ ഖബൂൽ, പണിയെടുക്കുന്ന കാര്യത്തിലല്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് ഉണ്ടാകാനാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്ത് അമല് കഴിഞ്ഞാലും കഅബ ശരീഫ് ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആയാണ്. നമ്മൾ പലപ്പോഴും എല്ലാ ദുആകളിലും നമ്മൾ റബ്ബനാ തഖബ്ബൽ മിന്ന മിക്ക ദുആകളിലും ഉണ്ടാവും. അവർ റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറയുമ്പോഴത്തേന് ദുആ കഴിഞ്ഞു എന്നാണ് എല്ലാവരും ഇങ്ങനെ കരുതുക. യഥാർത്ഥത്തിൽ ഏറ്റവും കൂലിയുള്ള, ഏറ്റവും പ്രതിഫലാർഹമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച 2 ദുആകളാണ് നമ്മളൊക്കെ ദ്വാരക്കുന്ന അവസാനത്തെ 2 ദുആ. റബ്ബനാ തഖബ്ബൽ മിന്നാ, അതുപോലെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. ഈ 2 ദുആകൾ ഇല്ലാത്ത കാര്യമില്ല. അപ്പൊ അതുവരെ നമ്മൾ അശ്രദ്ധമായാലും അവിടെ നമ്മൾ ഗൗരവം പാലിക്കേണ്ടത്. നമ്മളിങ്ങനെ അവിടെ എത്തുമ്പോൾ മൊബൈലൊക്കെ പോക്കറ്റിലിട്ട് നമ്മളിങ്ങനെ നീക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ, എന്തു ചെയ്താലും, അത് എന്തൊരു കർമ്മം ചെയ്താലും റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് നമ്മൾ പറഞ്ഞാൽ അല്ലാഹു ഇനി സ്വീകരിക്കണം എന്നാണല്ലോ പറയണത്. അപ്പൊ നമുക്കൊരു കുരുത്തക്കെടുക്കുക ചെയ്തിട്ട് നമുക്കത് പറയാൻ കഴിയില്ല. ഒരാളോട് ദുൽമ ചെയ്തിട്ട്, ഒരാളുടെ അക്രമം കാണിച്ചിട്ട്, ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട്, ഇത് നമ്മൾ പറയാണ്, ബുദ്ധിമുട്ടിച്ച് കുറച്ച് ഒരു 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയുന്നു റബ്ബനാ തഖബ്ബൽ മിന്നാ പറയാൻ കഴിയുമോ?
ഖൽബിന് കഴിയില്ല. അപ്പൊ അത് ശീലമാക്കിയ റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറയാൻ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റബ്ബനാ തഖബ്ബൽ മിന്ന പറയാൻ പറ്റാത്ത ഒരു അമലും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ നഫ്സിനെ ശീലിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ശീലിപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവേ എനിക്ക് സൽസ്വഭാവം നൽകണേ എന്ന് ഇഖ്ലാസോട് കൂടി നമ്മൾ ദ്വാരക്കുകയാണ്. എന്നും നമ്മൾ ദ്വാരക്കേണ്ടെന്ന് കൂട്ടുക. എല്ലാ നിസ്കാരത്തിന് ശേഷവും അള്ളാഹു എന്റെ സ്വഭാവം നീ നന്നാക്കണേ എന്ന് നമ്മൾ ദ്വാരക്കുണ്ടെങ്കിൽ ആ ദുആ ചെയ്ത് നീച്ച മനുഷ്യന്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ മനുഷ്യന് പിന്നെ ദുസ്വഭാവം കാണിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവെ സൽസ്വഭാവം നൽകണേ എന്ന് എപ്പോഴും ദ്വാരക്കണം ഞാൻ തീരുമാനിച്ച എനിക്ക് പിന്നെ ദുസ്വഭാവം കാണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദുസ്വഭാവം ചെയ്തിട്ട് പിന്നെ റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? വിഷളത്തരല്ലേ? അപ്പൊ നമ്മൾ നടത്തുന്ന ഈ സംഭാഷണങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ നേരിട്ട് നടത്തുകയാണെന്ന് തോന്നിയാൽ ഭൂമിയിൽ ഒരു തിന്മയിലേക്ക് നമ്മൾ അറിയാതെ പോകുന്ന തിന്മകൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ എന്ത് അമലിനും ഇഹ്സാൻ ഉണ്ടാകണം. അല്ലേ? എന്തൊക്കെയാണ് ഇസ്ലാം കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇഹ്സാൻ എന്ന് ചോദിച്ചില്ലേ? ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ? അൻ തഅബുദുല്ലാഹ കഅന്നക തറ, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന് നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുക. അനക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹ്ക്ക് നിന്നെ കാണാമെന്ന് ഓർമ്മയുണ്ടാവുക. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടാണ് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്. ഇതിന്റെ താല്പര്യം എന്താണ്? നിങ്ങളുടെ എല്ലാ അമലിലും ഇഖ്ലാസ് ഉണ്ടാവുക എന്നതാണ്. ഇഖ്ലാസ് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒരു 100%, ഒരു അമലിന്റെ 100%ത്തിൽ 1% പോലും അള്ളാഹ്ക്ക് അല്ലാതെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഖബൂലാവൂല. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുകയാണ്, നമ്മളിങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ദുഹാ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ കയറി നമ്മൾ ദുഹാ നിസ്കരിക്കുമ്പോൾ ആരും ഇല്ലാത്ത സമയത്താണ് നമ്മുടെ അടുത്തൊരു അയൽവാസി നമ്മൾ സലാം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ അങ്ങനെ അപ്പുറത്ത് വന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ അറിയാതെ തോന്നി എന്ത്? ഞാനിപ്പോൾ ദുഹാ നിസ്കരിക്കണമൊക്കെ ഒന്ന് കാണുന്നതൊക്കെ നല്ലതാണ് എന്ന് തോന്നിയാൽ അത് ഇനി കുറച്ചേ തോന്നിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആ 1% അയാൾ കൊണ്ടുപോയി. ഒരു ശതമാനം പോലും അള്ളാഹുവിനല്ലാതെ ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് കഴിയാത്തോണ്ടാണ് എല്ലാ അമല് കഴിഞ്ഞാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. ഫിഖഹിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധമായ റമദാനിലെ 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ട് എനിക്കോ നിങ്ങൾക്കോ പറയാനാവില്ല എന്റെ നോമ്പ് മുഴുവൻ സ്വീകാര്യമാണ് എന്ന്. ആ നോമ്പിന്റെ പോരായ്മകൾ പരിഹരിക്കാനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിയമമാക്കിയത് എന്ന് ഫിഖഹിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എന്റെ ഫർദിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പരിഹാര ഫോർമുല കൂടിയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫർദ് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കാതെ പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാണ് എന്റെ നിസ്കാരമൊക്കെ ഖബൂലാണെന്ന് പറയുന്നത് പോലെയാണ്. ഫർദ് നിസ്കരിച്ചിട്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് പറയാണ് ഫർദ് ഖബൂൽ ആയിക്കണമെന്ന് അറിയില്ല, ഞാൻ സുന്നത്തും കൂടി ചെയ്താളെ. ഫർദിന്റെ പോരായ്മകൾ സുന്നത്തുകൊണ്ട് പരിഹരിക്കും. അയ്യിബില്ലാത്ത ഒരു അമൽ ഞാൻ ചെയ്തു എന്ന് പറയാൻ ലോകത്ത് ഏത് മനുഷ്യനെ കഴിയുക? അള്ളാഹുവിന്റെ പ്രവാചകർക്കല്ലാതെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യും തോറും നമ്മൾ പേടിക്കണം. ഇബാദത്ത് ചെയ്യാതെ കിട്ടുന്നതിനേക്കാൾ ഗൗരവല്ലേ ഒരു ഇബാദത്ത് ചെയ്തിട്ട് ആ ഇബാദത്തിലൂടെ നമ്മൾ പടച്ചവനോട് ധിക്കാരം കാണിക്കുന്നത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അതന്നെ ചോദിക്കാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ പ്രശ്നമാണ് ആ തിന്മ നിസ്സാരമാണെന്ന് കണക്കാക്കൽ. ഇസ്തിഗ്ഫാഫ് അത് സാരമില്ല. അതിപ്പോ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഹറാമാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ആദ്യമായിട്ട് പലിശ വാങ്ങിയവനക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു വേദന ഉണ്ടാവും. ആദ്യമായിട്ട് പലിശ വാങ്ങിയ ആൾക്ക് പിന്നെ അടുത്ത തവണ വാങ്ങുമ്പോൾ വേദനയുടെ അളവൊന്ന് കുറയും. പിന്നെ ഇതൊരു ഏർപ്പാടായി കഴിഞ്ഞാൽ പിന്നെ പലിശ വാങ്ങൽ അത് പിന്നെ പടച്ചവനോട് 10 ഇസ്തിഗ്ഫാർ ചെയ്ത തീരണ കേസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നും. അതെന്തുകൊണ്ടാ? തിന്മകളിൽ മുസിറായി കഴിഞ്ഞാൽ, തിന്മകളിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ ഹൃദയം അസ്വത്തായി പോകും, ഇരുണ്ടുപോകും. ആ ഹൃദയത്തിലേക്ക് പിന്നെ നന്മയുടെ പ്രകാശം കടക്കില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ഭൂമിയിൽ നമുക്ക് നേരെ വരുമ്പോ ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കാൻ കഴിയണം. ഏതാണ് വഴി? അള്ളാഹുവിനോടുള്ള ദുആ തന്നെയാണ്. പടച്ചോനെ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന ദുആ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഒരു വിവാഹത്തിന്റെ സദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നു.
ആ സദ്യയിൽ പങ്കെടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഉമർ തങ്ങൾക്ക് മടി വരികയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇയാൾ ഭക്ഷണം ഉണ്ടാക്കിയത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, എന്റെ സമ്പത്തിന്റെ സ്രോതസ്സും എന്റെ സമ്പത്തിന്റെ വലുപ്പവും കാണിക്കാൻ വേണ്ടിയാണ്. ആ സമ്പത്തിന്റെ വലിപ്പം കാണിക്കാൻ വേണ്ടി ചെയ്തത് കൊണ്ട് ആ റിയാഇന്റെ അംശമുള്ള അമല്, ആ റിയാഇന്റെ അംശമുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ ധാരാളം കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട്. അതിനെല്ലാം സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും സൂക്ഷിക്കണമെന്നൊരു ഓർമ്മയുണ്ടാവുകയെങ്കിലും വേണം. എന്നാലല്ലേ നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയുള്ളൂ, എന്നാലല്ലേ അള്ളാഹുവിനോട് കരയാൻ പറ്റുള്ളൂ, തൗബ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് തൗബ ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി നൽകട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്ത് പ്രദാനം ചെയ്യട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്നത് ഈ ഇഖ്ലാസ് ജീവിതത്തിന്റെ ശീലമാക്കണമെന്നാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾക്ക് സ്വീകാര്യതയില്ല എന്നതാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾക്ക് അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നതിന്റെ താല്പര്യം അങ്ങനെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് അമലും സ്വീകരിക്കണോ നിയ്യത്തനുസരിച്ചാകണം. ആ ഹദീസ് എപ്പോഴാണ് ഇറങ്ങിയെന്നറിയോ? ആ ഹദീസ് ഇറങ്ങിയത് എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. മുഹാജിറുകളായ ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താ? മുഹാജിറുകളായ സ്വഹാബികളെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളാണ്. അത്രയും വലിയൊരു സഅയാണ്, അധ്വാനാണ് അവർ ചെയ്തത്. പക്ഷെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ചെറുപ്പക്കാരൻ ഹിജറ പോവാനുള്ള കാരണം എന്താണെന്നറിയോ? ഹിജറ പോവാനുള്ള കാരണം, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട കാമുകി ഈ ഹിജറ സംഘത്തിലുണ്ട് എന്ന കാരണത്താലാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹിജറ പോയാൽ അയാൾക്ക് അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏറ്റവും വലിയ സൽക്കർമ്മമായി സ്വഹാബികൾ പോലും കണക്കാക്കിയിരുന്ന കാര്യമാണ് ഹിജറ. അതൊരു ത്യാഗമാണ്, ഇത്രയും കൂലിയുള്ള കാര്യമാണ്. പക്ഷെ ആ കൂലിയുള്ള കാര്യത്തിൽ നിന്ന് പോലും ഇവിടെ രണ്ടും ചെയ്യണ്ടല്ലോ. ഹിജറ പോകണുണ്ട്, കൂട്ടത്തിൽ പിന്നെ കുട്ടിനെ കെട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്, അങ്ങനെയല്ല ഉണ്ടായത്. പക്ഷെ എന്നിട്ട് പോലും ഹിജറിന്റെ കൂലിയില്ലാതെ അയാൾക്ക് ഈ കല്യാണം മാത്രം നടക്കുള്ളൂ എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി എഴുതിയപ്പോൾ എത്രയോ ഹദീസുകളുണ്ട്. ഒന്നാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസാണ്. നിയ്യത്ത് പോലെയാണ് കാര്യങ്ങൾ. നിയ്യത്തുണ്ടെങ്കിലേ സ്വീകാര്യതയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും, നമ്മളിപ്പോൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ വരെ നമ്മൾ നിയ്യത്ത് ആലോചിക്കണം. ഞാൻ എന്തിനായി ചൂടാവണേ? നമ്മുടെ നിലപാടുകൾക്ക് പോലും നിയ്യത്തുണ്ടാവണം. നിലപാടുകൾക്ക് പോലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന്. രണ്ടാലൊരു ഉമർ. ആരാ രണ്ടാലൊരു ഉമർ? ഒന്ന് അബൂജഹലാണ്, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂജഹലാണ് ഒരു ഭാഗത്ത്, ഒന്ന് ഉമർ തങ്ങൾ. രണ്ടാളും മക്കയിലെ വളരെ സ്വാധീനമുള്ള നേതാക്കന്മാരാണ്. രണ്ടിലൊരാളെ കൊണ്ട് പിന്നെ ഇസ്ലാം ശക്തിപ്പെടുത്തണേ. എന്നിട്ട് ആർക്കാണ് ദുആ സ്വീകരിക്കപ്പെട്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതും അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങനെ യോഗം കൂടിയിട്ട് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ആരെടുക്കുമെന്ന് ചോദിച്ചപ്പോ ആരും റെഡിയാവാത്ത സമയത്ത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ 100 കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ ആൾക്ക് എന്നെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? ആ കൂട്ടത്തിൽ നബി തങ്ങളെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം, എന്നാലും കൊല്ലാൻ ഞാനില്ല എന്ന് കരുതിയ കുറെ ആൾക്കാരെ കൂട്ടത്തിലുണ്ടല്ലോ. അവർക്കൊന്നും ഹിദായത്ത് കൊടുക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശിരസ്സെടുക്കാൻ വേണ്ടി വാളുമായിട്ട് പോകുന്ന ഉമർ തങ്ങൾക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുത്തത്. അബൂജഹൽ നബി തങ്ങളെ കൊലപ്പെടുത്തണമെന്ന് കരുതി വാളുമായിട്ട് വന്നിട്ടില്ല. ആ കൂട്ടത്തിലുള്ള ഖുറൈശികൾക്ക് ആരും അതിന്റെ ശർറ് ലഭിക്കാതെ, അതിന്റെ ദുആ ഫലിക്കാതെ അള്ളാഹുവിന്റെ ഹബീബിനെ കൊലപ്പെടുത്തണമെന്ന് നിയ്യത്തുമായിട്ട് വരുന്ന, അതും കൊലപ്പെടുത്താൻ വേണ്ടി വാഹനപ്പുറത്ത് ഇങ്ങനെ കയറി വരുന്ന യാത്രക്കിടയിൽ അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഉമർ തങ്ങൾക്കും അബൂജഹലിനും ഒക്കെ ഖുറൈശികൾക്കൊക്കെ അന്ന് നബി തങ്ങളോടും സ്വഹാബത്തിനോടും ഇസ്ലാമിനോടും ഗീറത്തുണ്ട്, ദേഷ്യമുണ്ട്. ആ ദേഷ്യം എന്തിനാ? ഉമർ തങ്ങൾക്ക് നബി തങ്ങളോട് ഒരു പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെയും ഉമർ തങ്ങളുടെയും ദേഷ്യ വ്യത്യാസം അബൂജഹലിന് അറിയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നൊക്കെ അറിയാം. പക്ഷേ അബൂജഹലിന്റെ ഉള്ളിലുള്ള പ്രശ്നം എന്തായിരുന്നു? എല്ലാം അംഗീകരിക്കും. വിശുദ്ധ ഖുർആൻ കേട്ടാൽ ആളുകൾ വഴിപിഴച്ചു പോകുന്ന അറിഞ്ഞത് കൊണ്ടാണ് ഖുർആൻ ഓതുന്ന പരിസരത്തേക്ക് അബൂജഹൽ ആൾക്കാരെ പറഞ്ഞേക്കൂല. പോകുന്ന ആളുകളുടെ ചെവിയിൽ പഞ്ഞി വെച്ചിട്ടാ പറഞ്ഞേക്കുക, അത് കേൾക്കണ്ട എന്ന് കരുതിയിട്ട്. അബൂജഹലിനെ അറിയാം ഇത് ദിവ്യവചനമാണ്, ഇത് കേട്ടാൽ അതിലേക്ക് പോകുന്നറിയാം. അബൂജഹലിന്റെ പ്രശ്നം എന്താ? അബൂജഹലിന്റെ പ്രശ്നം എന്താണ്? അബൂജഹലിന്റെ പ്രശ്നം ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനവും ഞങ്ങൾ ഖുറൈശികളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നബി തങ്ങളുടെ കൂടെ നിൽക്കണ്ട. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം അതായിരുന്നില്ല. ഉമർ തങ്ങൾക്ക് വളരെ സത്യസന്ധമായൊരു പ്രശ്നമായിരുന്നു. അതെന്താ? ഞങ്ങളുടെ നല്ല നിലക്ക് ഇങ്ങനെ പോവാണ് ഇവിടെ, ഞങ്ങളെല്ലാവരും മക്കയിലെ ഖുറൈശികളൊക്കെ ഒറ്റക്കെട്ടാണ്. അതിൻ്റെ ഇടയിൽ ഇനി ഒരു ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി, പൊട്ടിക്കാൻ വേണ്ടി ഒരാൾ വന്നിക്കുകയാണ്. അതുകൊണ്ട് ആ പൊട്ടിക്കാൻ വേണ്ടി വന്ന ആളെ നമ്മൾ കൂടെ കൂട്ടണ്ട എന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രചരണങ്ങൾക്കിടയിലാണ് ഇവിടെയാണ് ഹക്ക് എന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ സത്യസന്ധമായ ചിന്ത കൽബിലുണ്ടായി, സത്യസന്ധമായ ചിന്തയുണ്ടായി. നേതൃത്വം നഷ്ടപ്പെട്ടു പോകരുത്, നേതൃത്വം അപായപ്പെടരുത്, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാവരുത്. അതുകൊണ്ട് നല്ല ആളുകൾ തന്നെയാണ് ഇതിന്റെ കൂടെ വരേണ്ടത് എന്ന ഉറച്ച ബോധ്യമാണ് ഉമർ തങ്ങൾക്കുണ്ടായത്. അതിന് കൊടുത്ത അള്ളാഹു കൊടുത്ത പ്രതിഫലമായിരുന്നു ഉമർ തങ്ങളുടെ ഹിദായത്ത് എന്ന് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗീറത്തിൽ പോലും ഇഖ്ലാസ് ഉണ്ടാവണം എന്നുള്ളതാണ്. നിലപാടിൽ പോലും ഇഖ്ലാസ് ഉണ്ടാവണം. നമുക്കൊരാളെ ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യത്തിന് വലിയ ഇഖ്ലാസ് ഉണ്ടാകണം. ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കണം? എന്റെ ദേഷ്യം ഉണ്ടാകേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാകണം. കോപം എന്റെ താല്പര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് എനിക്ക് കോപമെങ്കിൽ. ഒരാള് സ്ഥിരമായി പലിശ വാങ്ങുന്ന ഒരാളാണ്, അയാളോട് അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം അയാൾ പലിശ വാങ്ങൽ നിർത്തിയ അന്ന് തൊട്ട് ആ ദേഷ്യം എനിക്ക് മാറും. മരിക്കുള്ള ദേഷ്യം ഉണ്ടാവില്ല. അയാൾ എന്നാണോ നിർത്തിയത് അന്ന്. കാരണം എന്തുകൊണ്ട്? എൻ്റെ ദേഷ്യം എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. സ്നേഹങ്ങൾ അങ്ങനെയാകണം, ഇഷ്ടങ്ങൾ അങ്ങനെയാകണം. നമുക്കൊരാള് ഒരുപാട് ഇഷ്ടമാണ്, നമ്മുടെ കൂടെ കളിച്ച് ഒരുമിച്ച് വളർന്ന കൂട്ടുകാരനാണ്. പക്ഷേ ആ കൂട്ടുകാരന്റെ കയ്യിൽ തെറ്റ് കണ്ടാൽ, ഞങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, ഒരുമിച്ച് കിടന്നുറങ്ങിയതല്ലേ, ഞങ്ങൾ ബെഞ്ചിലിരുന്ന് പഠിച്ചതല്ലേ എന്ന് കരുതിയിട്ട് ആ തെറ്റിന്റെ പേരിൽ ഗീറത്തില്ലാതിരിക്കാൻ പാടില്ല. ആ തെറ്റിന്റെ പേരിൽ ഗീറത്തുണ്ടാവണം. ആ തെറ്റിന്റെ പേരിൽ ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഒക്കൂലട്ടോ എന്ന് പറയാൻ കഴിയണം. അവിടെ പിഞ്ഞു പോകും സാറ്, നമ്മളിപ്പോൾ ഇങ്ങനെ പോയിട്ട് പറയാൻ അതുണ്ടാവരുത്. അള്ളാഹ്ക്ക് വേണ്ടി അവിടെയും എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ വരാൻ പാടില്ല. ലില്ലാഹി ആകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഇഖ്ലാസ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുടനീളം അതുണ്ടായിരുന്നു. മറ്റു താല്പര്യങ്ങൾ ഇല്ലാതെ ലില്ലാഹി ആയിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത്ഖും മിനന്നാറിലേക്കുള്ള ഒന്നാമത്തെ വഴി ഇഖ്ലാസാണ്. ഇത്ഖും മിനന്നാറിലേക്കുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട വഴിയാണ് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്നത്. അൽ ബുകാഉ ലില്ലാഹ്, അള്ളാഹിനെ ഓർത്ത് കരയുക എന്നത്. മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അള്ളാഹിനെ ഓർത്തുകൊണ്ട് കരയുക എന്നതാണ് എൻ്റെ തടിയുടെ തൂക്കത്തെ അനുസരിച്ച് സ്വർണം ദാനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. ഞാനൊരു 70 കിലോ ഉള്ള ആളാണെങ്കിൽ 70 കിലോ സ്വർണം എടുത്ത് സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നെ ഓർത്തിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കരയലാണ്. അതൊരു വർത്താനമാണ്. എന്തുകൊണ്ട്? ഞാനൊരു 70 കിലോ സ്വർണം എടുത്തിട്ട് ദാനം ചെയ്താൽ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഞാൻ 70 കിലോനൊക്കെ കൊടുത്തില്ലേ, ഇനിയിപ്പോ കുറച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും തരക്കിടില്ല, അന്ന് എനിക്ക് പുറത്തു വരും. പക്ഷെ ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ കരയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ സമ്പത്ത് എനിക്കൊന്നുമല്ല, എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബമോ എൻ്റെ അധികാരമോ പദവിയോ എനിക്കൊന്നുമല്ല. അല്ലാഹുവേ, നീയും ഞാനും മാത്രമാണ്. നീ എന്നെ ഏറ്റെടുക്കണം പടച്ചോനെ. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്, എൻ്റെ ദാനമല്ല. ഞാൻ ഒരാൾക്ക് 100 കിലോ സ്വർണം ദാനം ചെയ്യുമ്പോൾ ഞാൻ ദാനമാണ് കൊടുക്കുന്നത്. ആ ദാനത്തിനേക്കാൾ അപ്പുറത്ത് ഞാൻ എന്നെ തന്നെ ദാനത്തിലൂടെ അല്ലാഹുവിന് കൊടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ യഹ്യ ഇബ്നുൽ ഫദ്ലുൽ അനീസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ പ്രമുഖനാണ്, സാഹിദാണ്, സൂഫിയാണ്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ രാത്രി ഇങ്ങനെ നിസ്കരിക്കുകയാണ്.
ഹുവ ذات ليلة قائم يصلي إذ بكى فكثر بكاؤه. കരഞ്ഞ് നിസ്കരിക്കുകയാണ്. എത്രത്തോളം ആളുകളൊക്കെ പേടിച്ചുപോയി, കരഞ്ഞിട്ട് മരിച്ചു പോകുമോ എന്നവരെ പേടിച്ചുപോയി. മഹാനവറുകൾ കരഞ്ഞപ്പോ ആളുകൾ അങ്ങോട്ട് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് ചോദിച്ചു, മല്ലദീ അബ്കാക്ക്, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് മഹാനായ മുഹമ്മദ് അൽ മുൻകദിർ തങ്ങൾ പറഞ്ഞത്, മറത്ത് ബി ആയ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ ഓതുമ്പോൾ ഒരു ആയത്തിന്റെ അരികിലേക്ക് എത്തി. അമാഹിയ, ഏതാണ് ആയത്തെന്ന് അറിയുമോ? പറഞ്ഞു തരുമോ? അപ്പൊ പറഞ്ഞത്, വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വിശുദ്ധ ഖുർആന്റെ ആയത്താണ്, സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്താണ്. വബദാലഹും മിനല്ലാഹ്, അന്ത്യനാളിൽ നമുക്ക് ഓരോരുത്തർക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ഒരു ദിവസം പ്രത്യക്ഷപ്പെടും. എന്ത്? മാലം യകൂനൂ യഹ്തസിബൂൻ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങൾ എൻ്റെ കുറ്റങ്ങളായി, കുറവുകളായി, എൻ്റെ ശിക്ഷയായി എൻ്റെ മുമ്പിൽ വരുമ്പോ അന്ന് നഖം കടിക്കുമെന്ന് പറയുന്ന ഖുർആനിന്റെ ആയത്തോതി, രണ്ടുപേരും ഒരുമിച്ച് കരയാൻ തുടങ്ങി. നമ്മൾ കണക്കാക്കിയ ലോകമല്ല വരാനിരിക്കുന്നത്, നമ്മൾ കരുതിയ കാഴ്ചയല്ല വരാനിരിക്കുന്നത്. മുഹമ്മദ് അൽ മുൻകദിർ തങ്ങള്, നിങ്ങൾ കണക്കാക്കാത്ത, നിങ്ങൾ കരുതാത്ത കാര്യങ്ങൾ എൻ്റെ അടുക്കലുണ്ടെന്ന് അല്ലാഹു തആല പറയുകയാണ്. മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ താരീഖിൽ കാണാം, ആടിനെ മേച്ചുകൊണ്ട് ഭ്രാന്തിയായി ജീവിച്ചിരുന്ന ആളാണ്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക്, മലമുകളിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളെ സ്വാധീനിച്ച ആയത്തേതാണ് വിശുദ്ധ ഖുർആനിലെ? അപ്പോഴാ പറഞ്ഞത് സൂറത്തുൽ മുസമ്മിലിലെ ആയത്ത്. സൂറത്തുൽ മുസമ്മിലിലെ ആയത്ത്, ഇന്ന ലദൈനാ അൻകാലൻ വജഹീമ വതആമൻ ദാ ഉസ്വതിൻ വഅദാബൻ അലീമാ. ഇന്ന ലദൈനാ അൻകാലൻ വജഹീമ, അല്ലാഹു പറയാണ്, എൻ്റെ അടുക്കൽ നരകമുണ്ട്, നരകത്തിന്റെ ചങ്ങലകളുണ്ട്. നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണങ്ങളാണ്. നിങ്ങളുടെ വായിലേക്ക് ഒരു തുള്ളി ഒഴിച്ചാൽ അത് ശരീരം മുഴുവൻ പിളർത്തിയിട്ട് മലദ്വാരത്തിലൂടെ പോകുന്ന ഭക്ഷണമാണ് നരകത്തിലുള്ള. ആ ആയത്തോതിയിട്ടാണ് യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ ഫകാനത്തിൽ ജിബാലു കസീബൻ മഹീല. ഈ പർവ്വതങ്ങളൊക്കെ പൊട്ടിപ്പിളർന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയുടെ എല്ലാ സൗകര്യങ്ങളും ഭവനങ്ങളും ഒക്കെ തകർന്നു പോകുന്ന ഒരു നിമിഷമുണ്ട്. അന്ന് അത് നിങ്ങൾ കാണേണ്ടി വരും. വകാനത്തിൽ ജിബാലു കസീബൻ മഹീല, പർവ്വതങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോകുന്ന ദിവസം. ഈ ആയത്തോതിയിട്ട് മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ ആയത്ത് ഓതലും ബോധം കെട്ട് വീഴലും കഴിഞ്ഞു. ആ വീടിലാണ് മരണപ്പെട്ടു പോയത്. നമുക്ക് ആ പറച്ചിലിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളോട് നമ്മുടെ നാട്ടിലൊരു ഭരണാധികാരികൾ വന്നിട്ട് പറയാണ്, മര്യാദക്ക് ജീവിച്ചു അല്ലെങ്കിൽ ജയിലിലാക്കുന്നവർ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? അല്ല പറയാണ്, ഇന്നലതേന, ഒരു സംശയം വേണ്ട, എൻ്റെ അടുക്കൽ അതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഖൽബിനോട് പറഞ്ഞ് ഖുർആൻ ഓതിയവരാണ് ഇവരൊക്കെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അമലുകൾ കൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ ഒന്നും ഈ ഒരു പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. വിശുദ്ധമായ റമദാനിൽ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ രാത്രികളിൽ? ഒറ്റ കാര്യം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ. പടച്ചോനെ, നീ മാപ്പ് നൽകുന്നവനാണ്, എനിക്ക് അഫ്വ നൽകണേ അല്ലാഹ്. അഫ്വ് തന്നെയാണ് ചോദിക്കേണ്ടത്. അല്ലാഹുവിന്റെ അഫ്വില്ലാതെ നമ്മുടെ അമല് കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ ജീവിക്കാൻ കഴിയില്ല. ഒരു 4 ദിവസം മുമ്പ് നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. 4 ദിവസം മുമ്പ് ചെയ്ത തെറ്റെന്താന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. നാളെ കിതാബ് ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോ, മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് വിട്ടുപോയിട്ടില്ലല്ലോ പടച്ചോൻ എന്ന് അന്തം വിട്ട് പറയുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാണ്ടെന്നാണ്. അഫ്വ് തന്നെയാണ് അഫ്വ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണത്, അല്ലേ? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഖുർആൻ പറയാൻ.
അത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകത. ഇപ്പൊ ഈസാ നബിയുടെ സമുദായത്തിന് അവർക്ക് എന്തെങ്കിലും അസുഖം മാറണമെങ്കിൽ അവർ അള്ളാഹുവോട് ചോദിച്ചാൽ കിട്ടൂല. അവരുടെ പ്രവാചകനോട് ചോദിക്കണം, പ്രവാചകൻ അവർക്ക് വേണ്ടി ദ്വാരക്കണം. മൂസാ നബിയുടെ സമുദായത്തിന് മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ മൂസാ നബിയോട് ചോദിക്കുന്നു. മൂസാ നബിയാണ് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണത്. എന്നാൽ ഈ ഉമ്മത്തിനോട് അള്ളാഹ് പറയും, അവർക്കൊന്നും ലഭിക്കാത്ത അവസരം നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ എന്നോട് തന്നെ ചോദിച്ചോളൂ, ഞങ്ങൾക്ക് നൽകുന്ന. അല്ലാഹു തആല നൽകാൻ സന്നദ്ധമാണ്. ഈ ഉമ്മത്തിന് മാത്രമുള്ളൊരു ഓഫറാണ്, വാഗ്ദത്തമാണ്. അതുപോലെ മറ്റൊരു വാഗ്ദത്തമാണ് ലൈലത്തുൽ ഖദർ. മറ്റാർക്കും ഇല്ലാത്ത സൗഭാഗ്യമാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹു നമുക്ക് അനുഭവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നഷ്ടപ്പെട്ടു പോയെങ്കിൽ അള്ളാഹു നമ്മളെ അതിൻ്റെ സൗഭാഗ്യം ലഭിക്കുന്ന വിഭാഗത്തിൽ അഫ്വ് കൊണ്ട് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവോട് ദുആ ചെയ്യുക. ഇനിയുള്ള യാത്രികൾ, ദിവസങ്ങൾ, പകലുകൾ നല്ല അമലുകൾക്ക് വേണ്ടി. നല്ല അമൽ എന്ന് പറഞ്ഞാൽ ഈ റമദാനിൽ നമ്മൾ രോഗികളായ ആളെ പരിചരിക്കുന്ന പോലും അമല. ഒരുപക്ഷെ ചില ആളുകൾക്കൊക്കെ രോഗികളായ ആളുകളുടെ കൂടെ ആശുപത്രിയിലൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ പല ഇബാദത്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ തറാവീഹൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉപ്പാക്ക് പരിചരണം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പോൾ കഴിയുന്ന പോലെ ഇബാദത്തൊക്കെ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾക്ക് അല്ലാഹു കൂലി കൊടുക്കും. അല്ലാഹു തആല കൂലി കൊടുക്കും. അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു റമദാനിന്റെ വർദ്ധിത സവാബോടുകൂടി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാൻ വിട പറഞ്ഞു പോകുന്ന സമയത്ത് മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു ദ്വാരക്കാരനെന്ന്, പടച്ചോനെ സൂര്യനൊന്ന് പിടിച്ചു നിർത്തുമോ. ആമിർ ഇബ്നു അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു പ്രത്യേകത, ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് കാലം മുമ്പ് കണ്ട തൻ്റെ കൂട്ടുകാരനെ കണ്ടു. വാ നമുക്കൊന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആമിർ ഇബ്നു ഖൈസ് ചോദിച്ചു, വർത്താനൊക്കെ പറയാം, സൂര്യനെ അവിടെ പിടിച്ചു നിർത്തി തരുമോ? എൻ്റെ സമയം പോണത്, അവിടെ നിർത്തി തരികയാണെങ്കിൽ നമുക്ക് വർത്താനം പറയാം. അങ്ങനെ ഒരു ദിവസം, ഒരു പ്രഭാതം, ഒരു പകൽ കഴിഞ്ഞ് അസ്തമിക്കുന്ന നേരത്ത് കരച്ചിലാണ്. പടച്ച റബ്ബേ റമദാൻ പിരിയാണല്ലോ എന്നാലോചിച്ചിട്ട് അങ്ങനെ കരഞ്ഞ് ഇത് മനസ്സിൻ്റെ നോമ്പെന്ന് പറയുന്നത് ഖൽബിൻ്റെയും മനസ്സിൻ്റെയും റൂഹിൻ്റെയും അന്നമായി മാറണം. നമുക്ക് അങ്ങനെ അന്നമായി ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മുടെ മറ്റ് തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിനു വേണ്ടി ജീവിക്കുവാനോ ഇബാദത്ത് ചെയ്യാനോ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമദാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 27 രാവിൻ്റെ അന്ന്, അത് 27 രാവ് അന്ന് ഹയാത്ത് ആക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇനിയിപ്പം ലൈലത്തുൽ ഖദ്ർ അല്ലാന്ന് കൂട്ടുക. എന്നാലും ആ ഒരു രാത്രി നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഈ പള്ളിയിൽ ഇഅ്തികാഫിൻ്റെ നെയ്യത്തോടു കൂടി ഇരുന്ന് നമ്മളൊന്ന് പടച്ചവനോട് കരഞ്ഞാൽ, ഒറ്റയ്ക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോടൊന്ന് കരഞ്ഞാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 27 രാവ് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടെ റമദാൻ ഉണ്ട് എന്നുള്ള ഓർമ്മ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാവില്ല. 27 രാവോട് കൂടിയിട്ട് പിന്നെ പെരുന്നാളാണെന്നുള്ളൊരു ധാരണയാണ്. 27 രാവ് കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിൽ, നമ്മുടെ വഴിയോരങ്ങളിൽ ഇപ്പോൾ തന്നെ അവസാനത്തെ 10 ആണ് എന്ന ധാരണയോ ഓർമ്മയോ പോലും ഇല്ലാതെയാണ് പല ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികൾ റോഡിൽ ഞാനിവിടുന്ന് തറാവീഹ് കഴിഞ്ഞ് പോകുന്ന സമയത്തൊക്കെ ആ ചമ്രവട്ടം പാലത്തിൻ്റെ അവിടെ കാണാം ആണും പെണ്ണും. റമദാനിൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഉപ്പിലിട്ട മാങ്ങി അച്ചറക്കുന്ന കാലം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ വരും എന്നുള്ളത്? അത് വന്നു. ആളുകൾക്കതിൽ ഹയാ ഇല്ലാതായി. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കാരണവശാലും റമദാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ നിസ്കരിക്കേണ്ട, നോമ്പെടുക്കേണ്ട, തറാവീഹുണ്ട്, നമുക്ക് ഖുർആൻ ഓത്തുണ്ട്. എന്താ കാര്യം? അൻഫുസക്കും വഹ്ലീക്കും നാറാന്ന അവനാൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. സ്വന്തം കുട്ടികളുടെ കാര്യം എന്തേ നോക്കിയില്ലെന്ന് പടച്ചോൻ ചോദിക്കും. നാട്ടുകാരെ കാര്യം നോക്കാത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ ചോദിക്കില്ല, പക്ഷെ അവനാൻ്റെ കുട്ടികളുടെ കാര്യം ചോദിക്കുമല്ലോ. കുട്ടികളുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ നമുക്ക് നാട്ടുകാരുടെ കാര്യമാണ് ശ്രദ്ധ വരുന്നത്. തറാവീഹിന് വരുന്ന കുട്ടികൾ തന്നെ പലപ്പോഴും ചില കുട്ടികളൊക്കെ വീട്ടിൽ തറാവീഹ് കൊണ്ട് പോകുന്നുണ്ടാവും. വാപ്പ ഇവിടെ 1-ാം സഫിൽ എളുപ്പമുണ്ടാവും, മോൻ ബാക്കിലുണ്ടാവും, കരുതുന്നുണ്ടാവും. മോൻ ചിലപ്പോൾ അവസാനത്തെ വിത്തറിനൊക്കെ കരവിടെ എത്തിയിട്ടുണ്ടാവുക. പലരും കുട്ടികളാണ്, അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ചില അവരുടെ പ്രായത്തിൻ്റെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അവരെ കൂടെ കൊണ്ടടന്ന് തർബിയത്ത് കാണിച്ചു കൊടുക്കണം. തറാവീഹ് നിസ്കരിക്കുന്ന കുട്ടിക്ക് മൂത്രയിക്കാൻ പോകുമ്പോൾ വാപ്പ ഞാൻ മൂത്രയിച്ച് വരട്ടെ എന്ന് പറഞ്ഞു പോവാനുള്ള ഒരു ബന്ധം, തർബിയത്തിൻ്റെ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പം ഞാനൊന്ന് പുറത്തു പോയി വരട്ടാന്ന് പറഞ്ഞ് പോണ ആ ഒരു പുറത്തു പോവൽ നമ്മളൊന്ന് നിയന്ത്രിക്കണം. എവിടുക്കാ പോകണം, എന്തിനാ ഈ സമയത്ത് പോകണം ചോദിക്കാലോ. ഓർക്ക് ജോലിയും ശമ്പളമൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ വാപ്പല്ലേ ചോദിച്ചൂടെ? ഓർക്ക് ജോലിയും ശമ്പളവും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും, എന്നാലും നമുക്കൊന്ന് ചോദിക്കാലോ. മോനെ അത് വേണ്ട,
മോൻ എന്തെങ്കിലും അശ്രദ്ധകൾ കാണിക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ, ലാഇബ് സബ്അൻ വഅദ്ദിബ് സബ്അൻ വറാഖിബ് സബ്അൻ. ആദ്യത്തെ 7 കൊല്ലം അവരുടെ കൂടെ കളിക്കണം, അടുത്ത 7 കൊല്ലം അദബ് പഠിപ്പിക്കണം, പിറ്റത്തെ 7 കൊല്ലം അവരെ മുറാഖബത്ത് ചെയ്താൽ മതി, കൂടെ നടന്നാൽ മതി. പിന്നെ കുട്ടികൾ കേടുവരില്ല. നല്ല ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. പരിശുദ്ധ റമദാന്റെ പവിത്രത കളയുന്ന ഒരു സാഹചര്യവും നമ്മൾ ഉണ്ടാകരുത്. നമുക്ക് സാധനങ്ങൾ വാങ്ങേണ്ടി വരും, വിഭവങ്ങൾ വാങ്ങേണ്ടി വരും, പെരുന്നാൾക്ക് സാധനങ്ങൾ വാങ്ങണം, ഫിത്ർ സക്കാത്തിന് സാധനങ്ങൾ വാങ്ങണം, ആളുകൾക്ക് ഹദിയ കൊടുക്കാനുള്ള കിറ്റുകളും ഒക്കെ നമുക്ക് വാങ്ങാണ്ടാവും, പർച്ചേസ് ചെയ്യേണ്ടാവും. പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞിട്ടില്ല. പർച്ചേസ് ആവശ്യത്തിന് വേണ്ടി വരും. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം പർച്ചേസ് ചെയ്തത്. പക്ഷെ എന്താണെങ്കിലും പർച്ചേസ് ആണെങ്കിൽ പോലും ലില്ലാഹിയായ മതി, പർച്ചേസ് ആണെങ്കിലും ലില്ലാഹിയായ മതി. അപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിലും പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും ലില്ലാഹിയാവുക എന്ന ഒരു ചിന്തയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മളുടെ തർബീയത്തിന്റെ വഴിയിലേക്ക് മക്കളെയും കൊണ്ടുവരാൻ കഴിയും. അനേക രക്ഷിതാക്കൾ അങ്ങനെ ഉണ്ടല്ലോ. മക്കൾ വലുതായാലും ഈ രക്ഷിതാക്കളുടെ ആ ഒരു ശിക്ഷണത്തിന്റെ തണലിൽ രക്ഷിതാക്കളോട് പറയാതെ കൊടുക്കും പോവില്ല. അവൻ എവിടെ ഉള്ളത് എപ്പോഴാണ് ഇടക്കൊക്കെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു തർബീയത്തിലേക്ക് നമ്മൾ മക്കളെ കൊണ്ടുവരണം. ഒരിക്കലും കുഞ്ഞുനാളിൽ ഇത്തരത്തിൽ അനാവശ്യമായ ശീലങ്ങൾ നമ്മൾ അവരെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാകും. നഷ്ടം വീണ നമുക്കാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് അവസാന സമയത്ത് ഇങ്ങനെ നമ്മൾക്ക് അസുഖമൊക്കെ വന്ന് സ്വസ്ഥമായിട്ട് നമ്മളിങ്ങനെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, എന്നാലും പ്രായമുള്ള സമയത്ത് സ്വസ്ഥമായിട്ട് നമ്മൾ വീട്ടിൽ വിശ്രമിക്കേണ്ട നേരത്ത് ഇവരാലോചിച്ചിട്ട് അസ്വസ്ഥമാകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവസാന കാലത്ത് നമുക്ക് സ്വസ്ഥമായി കഴിയണമെങ്കിൽ കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ അവരുടെ ചില അസ്വസ്ഥതകളെ നമ്മൾ മാറ്റിക്കൊടുക്കണം. എന്നാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ വിശ്രമിക്കാം. ആ കുട്ടികൾ നമ്മുടെ ഈ പട്ടത്തിൻ്റെ നമ്മുടെ കൽബിനോടായിരിക്കും അവരുടെ ഹൃദയത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അത് പിന്നെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യൂല എന്നോ പറയാൻ കഴിയും. അങ്ങനെ ഉണ്ടല്ലോ എത്ര മക്കൾ, എത്ര കുടുംബങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ രക്ഷിതാക്കളൊക്കെ നല്ല തർബീയത്തിൻ്റെ ശേഷിയുള്ള ആളുകളാണ്. പുതിയ ഉമ്മമാരും ഉപ്പമാർക്കൊക്കെ മക്കളെ അവർക്ക് കേടുവരുത്തേണ്ട വഴിയിലേക്കാണെങ്കിൽ അതിനും കഴിയും, നന്നാക്കേണ്ട വഴിയിലേക്കാണെങ്കിൽ അതിനും കഴിയും. രണ്ടിനും കഴിയുന്ന നല്ല ശേഷിയുള്ള രക്ഷിതാക്കളാണ്. അതിനൊക്കെയുള്ള കഴിവ് അള്ളാഹു തആല നമ്മുടെ പുതിയ തലമുറകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലുള്ള നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണം റഹ്മാനെ. പോരായ്മകൾ നീ പരിഹരിക്കണം അല്ലാഹുവേ. വിശുദ്ധമായ റമദാനിൽ വെള്ളിയാഴ്ച ദിവസമാണ്, നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾക്ക് അല്പമാണെങ്കിലും റബ്ബേ നീ കബൂൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അല്ലാഹുവേ, അടുത്ത ഒരു വെള്ളിയാഴ്ച കൂടി ഞങ്ങൾക്ക് വിശുദ്ധ റമദാൻ അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കല്ല റഹ്മാനെ. വിശുദ്ധ റമദാനിലെ അവസാന ദിനങ്ങളിലെ വിശിഷ്ട സമയങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്ത് കൊണ്ട് നിറക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഈ വിശിഷ്ട ദിവസങ്ങളിൽ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹറാമിന്റെ വഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ല റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തർബീയത്തിന്റെ മാർഗത്തിൽ വളർത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നാടിന് ഇസ്സത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഒരുപാട് തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് റബ്ബേ. എൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. എൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. വിശുദ്ധ റമദാനിൽ ഇത്ഖ് നൽകുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും അഹ്ലുകാരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ വിട പറഞ്ഞ് അല്ലാഹുവിന്റെ അഫ്വ് ലഭിച്ച് വിട പറയുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ ഹതഭാഗ്യരാകുന്ന കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത്ഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ റമദാനോടുകൂടി പുതിയ നല്ല ശീലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണേ അല്ലാഹ്. ഇബാദത്തിന് തഖ്വ നൽകണം റഹ്മാനെ. ലാഹിറിലും ബാത്തിനിലും തഖ്വ ഉണ്ടാക്കണം റഹ്മാനെ. ഹറാമുകളും പൈശാചികതകളും ചുറ്റും നിറഞ്ഞ ജീവിതത്തിൽ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്.
ഈ ആഖിറു സമാനിൽ ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ നീ കാക്കണം റഹ്മാനെ, ഉമ്മത്തിനെ കാക്കണം റഹ്മാനെ, അസ്വസ്ഥതകൾ നീക്കിത്തരണമല്ലോ, പ്രയാസങ്ങൾ ദൂരീകരിക്കണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകണമല്ലോ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർ കുടുംബാംഗങ്ങളും മറ്റുമൊക്കെയുണ്ട്. റബ്ബേ, നീ മഗ്ഫിറത്ത് കൊണ്ട് അവരെ അനുഗ്രഹിക്കണം അല്ലാ. വിശുദ്ധ റമദാനിൽ ഇഅ്തിഖ് ലഭിക്കുന്നവരിൽ അവരെയും ഉൾപ്പെടുത്തണം അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ ജന്നാത്തുൽ നഈമിൽ ഒത്തുകൂടാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റബ്ബേ നീ ശിഫാ നൽകണം റഹ്മാനെ, ആജിലായ ശിഫാഇനെ നൽകണം അല്ലാ. മാരകമായ സുഖങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ലാ. മരിക്കുന്നവരെ നിന്റെ ത്വാഅത്തിന് മുടക്കം വരുത്താതിരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾ ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹുവേ പൈശാചികമായ ദുർബോധനങ്ങളും ദുസ്വഭാവങ്ങളും ധാരാളമുണ്ട്. റബ്ബേ, ഒരു സമയം നിന്റേക്ക് മടങ്ങാനുള്ള ഒരു തൗഫീഖിന്റെ സമയം നൽകണേ അല്ലാ. ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഗീബത്ത് നമീമത്ത് പോലെയുള്ള ആഫാത്തുൽ ലിസാനിനെ തൊട്ട് കാക്കണം റഹ്മാനെ. കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയാ പോലെയുള്ള ഹൃദയത്തിന്റെ അസുഖങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني آمين برحمتك يا أرحم الراحمين.